അങ്ങനെ കൽവാരി മൗണ്ടിൽ നിന്ന് ഞങ്ങൾ പോണത് അഞ്ചുരുളിയിലേക്കാണ്. അഞ്ചുരുളി അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ. പതുക്കെ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിയൊക്കെ കുണ്ടും കുഴിയും കട്ടറും ഒക്കെയാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയതാണ്. അങ്ങനെ ആസ്വദിച്ച് പതുക്കെ ആ ആട്ടത്തിൽ കൂടിയൊക്കെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കണേന്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയ പാടെ തന്നെ ഇതാ മോൻ ഊഞ്ഞാലാടണുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അവിടെ അടുത്തിരുന്നുണ്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഒരു കൊട്ട ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് കളിയാക്കുകയാണ്. കയറ് പൊട്ടി താഴെ വീഴും. അവിടെ നിറച്ചും പാറയും കല്ലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പറയണത്. പക്ഷേ എനിക്ക് കൊതി കാരണം ഞാനിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയണത് കേട്ടിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ആടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പേരക്കുട്ടിയും വന്ന് കൂടി ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയായിരുന്നു ആടൽ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ആടലും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അവിടെ പുറകിൽ നിൽക്കണേന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങിയിട്ട് ആ ടണൽ കാണാൻ വേണ്ടി പതുക്കെ അങ്ങനെ ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം. അത് ഒരു ടണലുണ്ട്. ആ ടണലിലൂടെ വെള്ളം വന്നിട്ട് ഇതാ താഴേക്ക് ഒഴുകണേന്. നമ്മൾ ആദ്യം കൽവരി മൗണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ കാഴ്ച അതാണ് ഈ കാണുന്നത്. അത്ര ഭംഗിയുള്ള കാഴ്ച, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂക്ഷിച്ച് ഇറങ്ങിയൊക്കെ ചെയ്യണം, വഴുക്കലും മറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും പതുക്കെ ഇത് കണ്ടത് കാരണം ആ ടണലിനരികത്ത് വേറെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായത് കാരണം നമ്മൾക്ക് കയറി നിൽക്കാമെന്ന് എല്ലാവരും പറഞ്ഞത് കാരണം ഞങ്ങളെല്ലാവരും പതുക്കെ അങ്ങനെ നടന്ന് ആ ടണലിൻ്റെ അകത്തേക്ക് കയറി. എൻ്റെ മരുമോനാണ് ഈ നിൽക്കണത്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങണേണ്. ശരിക്കും പിടിച്ച് നിന്നില്ലെങ്കിൽ തെന്നി വീഴും, അതുപോലെയാണ്. പക്ഷെ അധികം ആഴമൊന്നുമില്ല, ഇങ്ങനെ കല്ലും ചെറിയ കുഴികളും അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഓരോരുത്തർ സൂക്ഷിച്ച് പതുക്കെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണേണ്. ആ വെള്ളത്തിന് തണുപ്പെന്ന് പറഞ്ഞാൽ പോലെ ഒരു അസാധ്യ തണുപ്പ്, നല്ല തണുപ്പായിരുന്നു ആ വെള്ളത്തിന്. അത് കാരണം കാല് തൊട്ടിട്ട് നല്ലോണം താഴേക്ക് ഇങ്ങനെ കുളിച്ച് കയറാൻ തോന്നും. അത്ര നല്ല സുഖമുള്ള തണുപ്പുള്ള വെള്ളമാണത്. അങ്ങനെ എല്ലാവരും പതുക്കെ ഞങ്ങളെല്ലാവരും ടണലിൻ്റെ അകത്തേക്ക് കയറി കാണാൻ വേണ്ടിയിട്ട് തന്നെ. സൂക്ഷിക്കണമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഒരു ആഗ്രഹം കൊണ്ട് എല്ലാവരും പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വെള്ളമൊക്കെ വന്ന് കൂടി വരണത്. പ്രഷറിൽ ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോയി വന്ന ആൾക്കാർ നല്ല വെള്ളം കുറവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് കാരണം പിന്നെ പതുക്കെ വന്ന ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ നടന്ന്
ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ പിടിച്ച് അങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നും ആസ്വദിച്ച് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിന്ന്. അറ്റത്ത് കാണുന്നൊരു ചെറിയ വെളിച്ചം കണ്ട, അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരണത്. പിന്നെ ഞാൻ ആ വെള്ളത്തിലേക്ക് ഇരുന്ന് പോയിട്ട് പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഡ്രസ്സിലൊക്കെ വെള്ളം നനഞ്ഞിട്ട് കട്ടി കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പതുക്കെയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കളിയാക്കുമായിരുന്നു, കുളിച്ചിട്ട് കയറായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി പിന്നെ അടുത്തത് അവിടെ നിന്ന് പോന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാണാൻ ഇടുക്കിയിൽ ചെറുതോണി ഡാമിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ട് നല്ല ഭംഗിയിൽ നമ്മളെ വണ്ടിയിലിരുത്തി അവിടെ ചുറ്റും കൊണ്ടേ കാണിച്ചൊക്കെ തന്നു. പക്ഷെ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് അടുത്ത ഗാനമേളയൊക്കെ ആസ്വദിച്ച് പാടിയൊക്കെ ഞങ്ങൾ അങ്ങനെ പോവാണ്.
നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആ ചെറുതോണി ഡാമിൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങളെല്ലാം അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ആകെ ക്ഷീണിച്ച് ടയേർഡായി വണ്ടിയിലിരുന്ന് ഉറക്കം തൂങ്ങലും ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് ഒക്കെ പോയി. അങ്ങനെ നല്ലൊരു യാത്രയും അടിപൊളി ട്രിപ്പായിരുന്നു.